വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെയും കൂട്ടി അങ്ങ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും പോൾസൺ അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആരും അകത്തൊന്നും പോകണ്ട, ഇവിടെ നിൽക്ക്, പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ഏർപ്പാടൊന്നും ഈ പോൾസൺ ഇല്ല എന്ന്. ഈ സമയത്ത് തന്നെ വിജയലക്ഷ്മി ചായയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തുടർന്ന് കസേരയിലേക്ക് പോൾസൺ ഇരിക്കുമ്പോൾ, എന്താ പോൾസൺ നിനക്ക് വേണ്ടത് എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം കാര്യങ്ങൾ രമ്യതയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ SIയെ പറഞ്ഞു വിട്ടത്, പക്ഷേ സാർ അതിന് നേരെ നിന്നില്ല, അതുകൊണ്ടാണ് പോൾസൺ ഇവിടം വരെ വരേണ്ടി വന്നത് എന്ന് പറയുമ്പോഴാണ് വിജയലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന ചായ പോൾസൺ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ചായയൊന്നും പറഞ്ഞ് അത് വാങ്ങിയിട്ട് ഒരു കവിള് കുടിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ചായ എന്ന് പറഞ്ഞിട്ട് കൂടെ നിന്ന് എല്ലാവരോടും വേണോ എന്ന് ചോദിച്ചിട്ട് അത് രാജീവിന് നേരെ നീട്ടുകയാണ് കുടിക്കാൻ പറഞ്ഞിട്ട്. അന്നേരം എനിക്ക് വേണ്ട എന്നിങ്ങനെ രാജീവ് ദേഷ്യത്തോടെ പറയുമ്പോൾ, നല്ല തിളച്ച ചായയാണ്, ഇല്ലെങ്കിൽ ഞാൻ നിൻ്റെ തലയിലേക്ക് ഇത് ഒഴിക്കും എന്ന് പറയുകയാണ്. അന്നേരം ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി ശാലിനി ചോദിക്കുന്നുണ്ട്, വീട്ടിൽ കയറി വന്ന് എന്ത് അനാവശ്യമാണ് താനീ കാണിക്കുന്നതെന്ന്. അന്നേരം വിഷ്ണുവിൻ്റെ ഭാര്യയാണ് അതെന്ന് കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട്. അന്നേരം ആ ചായ ഗ്ലാസ് അങ്ങ് നിലത്തേക്ക് എറിഞ്ഞ് ഉടച്ച ശേഷം ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് പോൾസൺ ചോദിക്കുകയാണ്, ഏത് വിഷ്ണുവിൻ്റെ ഭാര്യയായാലും നിലയ്ക്ക് നിന്നാൽ മതി, പോൾസനോട് കയർക്കാനായിട്ട് വരണ്ടാന്ന്. എന്നിട്ട് രാജീവിനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് സാർ എടുത്തിരിക്കുന്നതെന്ന്. അന്നേരം പെണ്ണുങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ തമ്മിലാകാം എന്ന് രാജീവ് പറയുന്നുണ്ട്. അന്നേരം അതിനല്ലേ ഞാൻ CI പറഞ്ഞു വിട്ടത്, പക്ഷേ താൻ അതിന് വഴങ്ങില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ വഴങ്ങണമെങ്കിൽ ഈ രാജീവിന് ഒരു ജന്മം കൂടി ജനിക്കണം, ഞാൻ എൻ്റെ പഴയ സ്റ്റാൻഡിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് രാജീവ് തറപ്പിച്ചു പറയുകയാണ്. തുടർന്ന് ആകെ ദേഷ്യത്തോടു കൂടി പോൾസൺ ചാടി എഴുന്നേൽക്കുകയാണ്. തുടർന്ന് കൂട്ടത്തിൽ നിന്ന ഒരാൾ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വടിവാളെടുത്ത് പോൾസന് നേരെ നീട്ടുകയാണ്, ഇന്ന് ഇച്ഛായ എന്നും പറഞ്ഞു. തുടർന്ന് പോൾസൺ ആ വാളെടുത്ത് ശാലിനിയുടെ നേരെ നീട്ടുന്നുണ്ട്. വാളെടുക്കുന്നതിന് മുമ്പേ രാജീവിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് പോൾസൺ ഇരു കൈയും ചേർന്ന്. അന്നേരം എല്ലാവരും ആ പിടി വിടിയിക്കാനായിട്ട് ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോൾസൺ ബലമായിട്ട് പിടിച്ചിരിക്കുന്നത് കാരണം രാജീവിന് അങ്ങ് ശ്വാസം മുട്ടുകയാണ്. തുടർന്ന് ശാലിനിയും ചേർന്ന് ഒരുവിധം പോൾസനെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ ശാലിനിയെ അങ്ങ് വലിച്ചെറിയുകയാണ് പോൾസൺ. തുടർന്ന് ശാലിനിയുടെ തല തൂണിലേക്ക് ചെന്നിടിക്കുന്നുണ്ട്. പിന്നീടും ശാലിനിയും എല്ലാവരും കൂടി ചേർന്ന് വീണ്ടും പോൾസനെ വെടിയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ പോൾസനെ അങ്ങ് പെട്ടെന്ന് എടുത്തങ്ങ് വലിച്ച് ഷർട്ടിന് കുത്തിപ്പിടിച്ച് അങ്ങ് കസേരയിലേക്ക് ഇടുകയാണ്. അങ്ങനെ ദേഷ്യം കൊണ്ട് പോൾസൺ അന്നേരമാണ് വടിവാളെടുത്ത് ശാലിനിക്ക് കഴുത്തിന് നേരെ നീട്ടുന്നത്. അന്നേരം ഡാ എന്ന് രാജീവ് വിളിക്കുമ്പോൾ ആ വാള് രാജീവിൻ്റെ കഴുത്തിന് നേരെ നീട്ടിയിട്ട് പറയുകയാണ്, അന്ന് ഞാൻ നിൻ്റെ കാലിന് വെട്ടിയ വെട്ട് കഴുത്തിനായിരുന്നു തരേണ്ടിയിരുന്നത്, ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂടി പൊതിഞ്ഞു പിടിക്കുന്ന ഇവളുമാരുടെ അനിയത്തി ഉണ്ടല്ലോ ശ്യാമ, നീ ഞാൻ പറയുന്നതിന് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അവളെ ഞാനങ്ങ് തൂക്കും, അതിന് പോലീസിൻ്റെയും ആരുടെയും ഒത്താശ എനിക്ക് വേണ്ട, അവളെ ഞാൻ കൊണ്ടുപോകും എന്ന് പറയുകയാണ്. അന്നേരമാണ് വിജയലക്ഷ്മിക്കും അമ്മാവനുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്, പോൾസനാണ് വെട്ടിയതെന്നും ശ്യാമയ്ക്ക് വേണ്ടിയാണ് രാജീവിന് ഇങ്ങനെ സംഭവിച്ചതും എന്നൊക്കെ. ഇനിയിപ്പോൾ വിഷ്ണുവല്ല ബ്രഹ്മാവ് വന്നാലും എന്നെ തടുക്കാനാകില്ല, ഇനി പോൾസൺ ഒരു വരവ് കൂടി വരില്ല, കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് പോൾസനും കൂട്ടുകാരും അവിടെ നിന്നും പോവുകയാണ്. അന്നേരം ആകെ ഭയന്ന് നിൽക്കുകയാണ് അമ്മയും അമ്മാവനും ശാരിയയും ഒക്കെ. പക്ഷേ ഒരു ധൈര്യത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് ശാലിനി. തുടർന്ന് പോൾസനൊക്കെ പോയ ശേഷം, അപ്പോൾ ഈ ഒരുമ്പെട്ടവളുമാരുടെ അനിയത്തിക്ക് വേണ്ടിയാണല്ലേ നീ വെട്ടുകൊണ്ടിങ്ങനെ കിടക്കുന്നത് എന്നും പറഞ്ഞ് വിജയലക്ഷ്മി രാജീവിനോട് ചൂടാവുകയാണ്. അന്നേരം അമ്മ എങ്ങോട്ട് അകത്തോട്ട് കയറി പോയെന്നും പറഞ്ഞ് രാജീവ് വഴക്ക് പറയുകയാണ്. അന്നേരം ഇല്ലടാ, ഞാൻ ഒന്നും പറയുന്നില്ല, ഇപ്പോൾ ഇവളുമാർ പറയുന്നതാണല്ലോ നിനക്ക് വേദവാക്യം, ഇനി കഴുത്ത് കൂടി കാണിച്ചു കൊടു, അപ്പോൾ പെറ്റ വയറിന് തൃപ്തിയാകുമല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിജയലക്ഷ്മി അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലെ കിണറ്റിൻകരയിൽ അർജുൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് പ്രീതി. ഇതേസമയം പൊന്നി വന്ന് ചായ കുടിക്കാനൊക്കെ വിളിക്കുന്നുണ്ട്. അന്നേരം വേണ്ടാന്ന് പറയുകയാണ്. തുടർന്ന് പൊന്നി ആശ്വസിപ്പിക്കുന്നുണ്ട്, അർജുൻ സാറ് അന്നേരം അമ്മ ജയിലിൽ കിടന്ന വിഷമത്തിൽ പറഞ്ഞതായിരിക്കും, എന്തായാലും പെറ്റ അമ്മയല്ലേ, അപ്പം ജയിലിൽ കിടന്ന വിഷമം മറക്കാനായിട്ട് സാധിക്കില്ലല്ലോ, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ സ്നേഹവും മറക്കാനായിട്ട് സാധിക്കില്ല, ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങുമ്പോൾ അർജുൻ സാർ എന്തായാലും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് പൊന്നി.
ഇതേ സമയം സെറ്റിയിൽ ഫോണൊക്കെ നോക്കി ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന സുസ്മിതയോട് രാഘവൻ നായർ പറയുകയാണ്, എന്താ സുസ്മിതേ, നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കു വച്ചേന്നും പറഞ്ഞ് രാഘവൻ നായർ കളിയാക്കുന്നുണ്ട്. ഇതേസമയം തലേ ദിവസം രാത്രി സത്യഭാമയും ശാലിനിയും എല്ലാവരും മാറി മാറി ഇടിച്ചതൊന്ന് മനസ്സിലിട്ട് ആലോചിച്ചിട്ട് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് കിളവൻ കളിയാക്കുകയാണ് എന്ന് പറഞ്ഞ് ആകെ അങ്ങ് ദേഷ്യം ഭാവിക്കുകയാണ് സുസ്മിത. ഈ സമയത്താണ് അർജുൻ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നത്. അന്നേരം വാതിൽക്കൽ അർജുനെ കണ്ട് സുസ്മിത ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരമാണ് രാഘവൻ നായരും വാതിൽക്കൽ നിൽക്കുന്ന അർജുനെ കാണുന്നത്. തുടർന്ന് വാ മോനെ, കയറി വാ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അന്നേരം പിറകോട്ട് കാറിലേക്ക് തന്നെ അർജുൻ 1-2 വട്ടം തിരിഞ്ഞു നോക്കുന്നുണ്ട്. വീണ്ടും അർജുനെ വാന്ന് രാഘവൻ നായർ വിളിക്കുമ്പോൾ അർജുൻ അകത്തേക്ക് ഒന്നുകൂടി കാറിലേക്ക് നോക്കിയിട്ട് കയറുകയാണ്. ഈ സമയം പൊന്നി, രാഘവൻ നായർക്ക് ചായയുമായിട്ട് വരുന്ന പൊന്നി അർജുനെ കണ്ട് തിരിഞ്ഞ് പ്രീതിയോട് ഓടിപ്പോയി പറയുന്നുണ്ട്, ദേ അർജുൻ സാർ വന്നിരിക്കുന്നു എന്ന്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി വരികയാണ് പ്രീതി. ഈ സമയത്ത് ഇരിക്കാനായിട്ട് അർജുനോട് രാഘവൻ നായർ പറയുമ്പോൾ പ്രീതി എവിടെയെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് തന്നെ അർജുനേട്ടാ, എനിക്ക് അറിയാമായിരുന്നു അർജുനേട്ടൻ വരുമെന്ന്, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാം, ഒരു വാടക വീട് മതി, അവിടെ നമ്മൾ മാത്രം മതി, ചെറുതായാലും കുഴപ്പമില്ല, സൗകര്യങ്ങളൊന്നും വേണ്ട, മനസമാധാനം മാത്രം മതി, നമുക്ക് ഇപ്പം തന്നെ പോകാമെന്നൊക്കെ അർജുൻ്റെ കൈപിടിച്ച് പ്രീതി പറയുന്നുണ്ട്. പക്ഷെ ഒരു ഭാവഭേദവും ഇല്ലാതെ നിൽക്കുകയാണ് അർജുൻ. ഇതൊക്കെ മുകളിൽ നിന്നും കേട്ടുകൊണ്ട് വിഷ്ണുവും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അല്ല, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് സെറ്റിൽ തന്നെ അങ്ങ് ഇരിക്കുകയാണ് സുസ്മിതയും. അന്നേരം പ്രീതിയുടെ സംസാരമൊക്കെ കേട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന് പ്രീതിന്ന് ഉറക്കെ വിളിക്കുകയാണ് സത്യഭാമ. പക്ഷെ സത്യഭാമ അടുത്തേക്ക് വരുന്നത് വകവയ്ക്കാതെ പ്രീതി പറയുകയാണ്, ആരും നമ്മളെ തടയാൻ പോകുന്നില്ല അർജുനേട്ടാ, ഇനിയിപ്പോൾ അമ്മയടക്കം ആര് തടഞ്ഞാലും ഞാനിവിടെ നിൽക്കാൻ പോകുന്നില്ല, അർജുനേട്ടനൊപ്പം വരും എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി പ്രീതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കയ്യിലൊരു പേപ്പറും പിടിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ട് വസുമതി അകത്തേക്ക് വരുന്നത്. തുടർന്ന് വസുമതി പറയുകയാണ്, അർജുന് അവൻ്റെ അമ്മ ഒരു തടസ്സം തന്നെയാണ്, പിന്നെ എൻ്റെ മകൻ അർജുൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് നിന്നെ കെട്ടിലമ്മയായിട്ട് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാഴിക്കാനൊന്നുമല്ല എന്ന് പ്രീതിയോട് പറഞ്ഞിട്ട് സത്യഭാമയോട് പറയുകയാണ്, ഒരു ബന്ധവും ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇങ്ങോട്ട് വീണ്ടും വരേണ്ടി വന്നതിൽ ഖേദമുണ്ട്, പക്ഷേ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വരക്കമായിപ്പോയി, ഇതാ മ്യൂച്വൽ ഡിവോഴ്സിനുള്ള പേപ്പറാണ്, എൻ്റെ മകൻ ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞു, ഇനി നിൻ്റെ മകളെ കൊണ്ടുകൂടി നീ ഇത് ഒപ്പിടിക്കണം എന്ന് പറഞ്ഞ് പേപ്പർ സത്യഭാമയ്ക്ക് നേരെ നീട്ടുകയാണ്. അന്നേരം സത്യഭാമ ഒന്ന് അന്തം വിടുകയാണ്. അങ്ങ് ആകെ ഞെട്ടി നിൽക്കുകയാണ് പ്രീതിയും രാഘവൻ നായരും വിഷ്ണുവും ഒക്കെ. തുടർന്ന് എന്താ വസുമതി ഇതെന്ന് രാഘവൻ നായരും ചോദിക്കുന്നുണ്ട്. അന്നേരം പരസ്പരം പൊരുത്തപ്പെടാൻ സാധ്യതയില്ലാത്ത 2 പേര് ഇനി ഒത്തുപോകുന്നതിൽ വലിയ രസമൊന്നുമില്ല, നമുക്കിത് എത്രയും പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിച്ചേക്കാം, മ്യൂച്വൽ ഡിവോഴ്സ് ആകുമ്പോൾ പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും, ഇത് അങ്ങ് ഒപ്പിട്ട് തന്നാൽ മതി എന്ന് വസുമതി പറയുകയാണ്. ഈ സമയത്ത് അവിടേക്ക് ശാലിനിയും എത്തുന്നുണ്ട്. ഈ സീനെല്ലാം കണ്ടുകൊണ്ട് സംഭവം കൊഴുത്തല്ലോ എന്നും പറഞ്ഞ് ആകെ സന്തോഷത്തിലങ്ങ് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് ശാലിനിയെ കണ്ട് വസുമതി പറയുന്നുണ്ട്, ആഹാ നീയും വന്നോ, നിന്റെ ഒരു കുറവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാത്തിനും തുടക്കം കുറിച്ചത് നീയല്ലേ, അപ്പോൾ അവസാനത്തിന് നീ കൂടി ഉണ്ടാകണം, ഇതേ ഡിവോഴ്സ് പെറ്റീഷനാണ്, എൻ്റെ മകൻ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്, പ്രീതിയുടെ ഒപ്പ് കൂടി ഇതിൽ വാങ്ങണം എന്ന് പറഞ്ഞ പേപ്പർ ടീപ്പോയിലേക്ക് ഇടുന്നുണ്ട്. തുടർന്ന് ആകെ അന്തം വിട്ട് ശാലിനി ഇങ്ങനെ പ്രീതിയുടെ അടുത്തേക്ക് വന്ന് പ്രീതി എന്നും പറഞ്ഞ് പ്രീതിയെ പിടിക്കാൻ പോകുന്നുണ്ട്. അന്നേരം ആരും ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് പ്രീതി ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും അർജുൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക എന്നും പറഞ്ഞ് അർജുനോട് എന്തോ സംസാരിക്കാൻ വരുന്നുണ്ട്. അന്നേരം പ്രീതി പറയുന്നുണ്ട്, ആരും സംസാരിക്കണ്ട, അവസാനമായിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് ഒന്ന് ചോദിച്ചോട്ടെ, അർജുനേട്ടൻ ഒന്നുകിൽ അതെ അല്ലെങ്കിൽ അല്ല, ഈ ഒരു ഉത്തരം മാത്രം പറഞ്ഞാൽ മതി, അർജുനേട്ടൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണോ ഈ പേപ്പറിൽ ഒപ്പിട്ടത് എന്ന് അർജുൻ്റെ മുഖത്ത് നോക്കി പ്രീതി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അന്നേരം പ്രീതിയുടെ മുഖത്ത് നോക്കാതെ അർജുൻ അന്ന് വസുമതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും പിന്നീട് ജാമ്യം കിട്ടാതെ വീട്ടിൽ വന്നപ്പോൾ ചിത്ര പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ് ഓർക്കുന്നത്. അന്നേരം അർജുൻ്റെ മുഖം ഇങ്ങനെ നേരെ കൈകൊണ്ട് പിടിച്ചിട്ട് പ്രീതി ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല എന്ന്. അന്നേരം അതേ എന്നങ്ങ് മറുപടി പറയുകയാണ് പ്രീതിയുടെ മുഖത്ത് നോക്കി അർജുൻ. അന്നേരം ആകെ അങ്ങ് അന്തമിടുകയാണ് പ്രീതി. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.